ഹിസ് മൈൻഡ് പാർട്ട് 40. ഏഞ്ചൽ, ഇന്ന് നടന്നതിനൊക്കെ ഒരു വിധത്തിൽ ഞാനല്ലേ ഉത്തരവാദി. മഞ്ജിമയെ ആദ്യമേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം ഇന്നീ നിലയിൽ നിന്നെ ഇല്ലാതാക്കാൻ വരെ തോന്നും വിധത്തിൽ വളർന്നു വന്നത്. പക്ഷേ ഇനി ആരെക്കൊണ്ടും നിന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഞാൻ അനുവദിക്കില്ല. എൻ്റെയാ നീ, എൻ്റെ മാത്രം. ഉറങ്ങിക്കിടക്കുന്ന സാറയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് കണ്ണുകൾ അടച്ച് കിടന്നു. ഇതേസമയം താഴെ തൻ്റെ മുറിയിലെത്തിയ ജിത്തു ദേഷ്യം കാരണം അവിടെയുള്ളതെല്ലാം തട്ടിമറിച്ചിട്ടു. കയ്യും കാലും തലയുമൊക്കെ വേദന വന്നിട്ടും അവനിലെ ദേഷ്യം അടങ്ങുന്നില്ലായിരുന്നു. ആ സമയം തന്നെയായിരുന്നു രഘുരാമൻ അവിടേക്ക് വന്നത്. മുറിയുടെ കോലവും ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന ജിത്തുവിനെയും കണ്ട അയാൾക്ക് എന്താ സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. വീണ്ടും ജിത്തു കലിയോടെ ബെഡിൽ നിന്ന് അവൻ്റെ ഫോൺ എടുത്ത് എറിയാൻ നോക്കിയതും രഘു അപ്പോൾ തന്നെ അവനെ പിടിച്ചു വെച്ചു. നീ എന്താ ഈ ചെയ്യുന്നത്? നിനക്കെന്താ ഭ്രാന്താണോ? രഘു അത് ചോദിച്ചപ്പോൾ അവൻ കത്തുന്ന കണ്ണുകളോടെ അയാളെ നോക്കിയ ശേഷം അയാളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ ബെഡിൽ പോയിരുന്നു. എന്താ മോനെ, എന്താ നിന്റെ പ്രശ്നം? വീണ്ടും നീ ആദ്യമായി അടികൂടിയോ? അത് ചോദിക്കുമ്പോൾ രഘുവിൻ്റെ മുഖം ഇരുണ്ടിരുന്നു. അപ്പോൾ കുറച്ചുനേരം അയാളെ നോക്കിയിരുന്ന ശേഷം ജിത്തു ഇന്നലെ മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. മഞ്ജിമ വന്നതും സാറയെ തള്ളിയിട്ടതും അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഒടുക്കം ആദിയുടെ മുറിയിൽ അവൻ പോയി നോക്കിയതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രഘു അത്ഭുതത്തോടെ അവനെ നോക്കി. അപ്പോൾ സാറ വേലക്കാരിയായിരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്നിട്ടും എന്തിനാ നിനക്കവള്? രഘു പുച്ഛത്തോടെയായിരുന്നു അത് ചോദിച്ചത്. അത് കേട്ടപ്പോൾ ജിത്തു അയാൾക്ക് നേരെ തിരിഞ്ഞിരുന്ന് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ പ്ലീസ്, അവളെ എനിക്ക് വേണം, ആ സാറയെ. അത് ആദ്യോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല, എന്തോ അവളെ എനിക്ക് വല്ലാതെ ഇഷ്ടമാവുന്നുണ്ട്. ജിത്തു പറയുന്നത് കേട്ടപ്പോൾ രഘു എന്തു പറയണമെന്നറിയാതെ അവനെ നോക്കിയിരുന്നു പോയി. കാരണം അയാൾക്കറിയാമായിരുന്നു ആദിശേഷൻ കൂടെയുള്ളിടത്തോളം കാലം ജിത്തുവിന് സാറയെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ആദി ജിത്തുവിൻ്റെ കാലനായി മാറുമെന്ന്. നീ ഇതെന്താ പറയുന്നത് ജിത്തു? ആദിയുടെ സ്വഭാവം എന്താണെന്നും അവന് വേണ്ടപ്പെട്ടവരെ തൊട്ടാൽ അവൻ എന്താ ചെയ്യുക എന്നുമൊക്കെ നിനക്കറിയാവുന്നതല്ലേ. എന്നിട്ട് നീ എന്തിനാ അവളെ വേണമെന്ന് വാശി പിടിക്കുന്നത്? അത് നിന്റെ നല്ലതിനാവില്ല കേട്ടോ. അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നോണം രഘു അങ്ങനെ പറഞ്ഞപ്പോൾ ജിത്തു ഒരു നിമിഷം നിശബ്ദനായിരുന്നു. അച്ഛൻ പറഞ്ഞത് ശരിയാ. ആദിശേഷൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവളെ എനിക്ക് കിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടാത്തതൊന്നും അവനും വേണ്ട. അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ ജിത്തു ബെഡിലേക്ക് കിടന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുളറിഞ്ഞ ഞെട്ടലിൽ ഇരിക്കുകയായിരുന്നു രഘു. എന്തുകൊണ്ടോ വല്ലാത്തൊരു ഭയം അയാളുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തു തന്നെ ആയാലും എന്തു പറഞ്ഞാലും ജിത്തു അത് കേൾക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അയാൾ മൗനമായിരുന്നു. ഇതേസമയം കുരിശുമറ്റത്തിൽ എന്ന അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള ആ വീടിന് മുന്നിലേക്ക് മഞ്ജു കാർ കൊണ്ടു നിർത്തി. ഒരു നിമിഷം കാറിൽ തന്നെ ഇരുന്നു വേണോ വേണ്ടോ എന്ന് ആലോചിച്ച അവൾ പിന്നീട് സാറയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആദിയെ മനസ്സിലേക്ക് ഓർമ്മ വന്നപ്പോൾ ദേഷ്യത്തോടെ കാറിൽ നിന്നും ഇറങ്ങി ആ വീട് ലക്ഷ്യമാക്കി നടന്നു. ഉമ്മറത്തെ കോളിംഗ് ബെല്ലടിച്ച് കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ തന്നെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അവിടേക്ക് നോക്കി. ഒരു വയസ്സായ സ്ത്രീയായിരുന്നു വന്ന് ഡോർ തുറന്നത്. ആരാ? എന്താ കൊച്ചേ? അവർ അത് ചോദിച്ചപ്പോൾ അവൾ ഒന്ന് പരുങ്ങി. ഇവിടെ ജേക്കബ് എന്നൊരാളില്ലേ, അയാളെ കാണാനാണ് ഞാൻ വന്നത്. മഞ്ജു അത് പറഞ്ഞപ്പോൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയി. അവർ പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ജേക്കബ് നടന്നു വന്നു. പ്രായം 50-നോടടുത്തുവെങ്കിലും അതിൻ്റെ ക്ഷീണമൊന്നും മുഖത്ത് കാട്ടാതെ നെഞ്ചും വിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ജേക്കബിനെ മഞ്ജു ചെറിയൊരു പേടിയോടെയാണ് നോക്കിയത്. ഇനി ജേക്കബ് ആരാണെന്ന് പറയാം. സാറയുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ജേക്കബ്. അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞു സാറയെ കാണാൻ അയാൾ നിരവധി കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി വന്ന് സ്നേഹത്തോടെ അവളോട് സംസാരിക്കും. പക്ഷെ അപ്പോഴൊക്കെയും അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലായിരുന്നു. അങ്ങനെ കാലം കഴിയവേ അവളുടെ അപ്പനും അമ്മയും ആക്സിഡൻറ്റിൽ മരണപ്പെട്ടപ്പോൾ സങ്കടം അഭിനയിച്ചുകൊണ്ട് അയാൾ അവളെ കൂടെ കൊണ്ടുപോകാൻ വന്നപ്പോൾ എന്തോ ഒരു ഓർമ്മയിൽ അയാൾക്കൊപ്പം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആയിരുന്നു അവൾക്ക് അയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. അന്ന് അവളെ കീഴടക്കാൻ ശ്രമിച്ച അയാളുടെ തലയിൽ ഒരു ഇരുമ്പ് വടിയെടുത്ത് അടിച്ചിട്ടായിരുന്നു സാറ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെയാണ് അവൾ ജോലി അന്വേഷിച്ച് മഞ്ജിമയുടെ വീട്ടിലെത്തുന്നതും.
എന്നാൽ അവിടെയും അവളെ വിടാതെ പിന്തുടർന്നുകൊണ്ട് അയാൾ വന്നപ്പോൾ മഞ്ജുമയുടെ അച്ഛനും അവളും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാളെ ആട്ടി ഓടിക്കുകയായിരുന്നു. പിന്നെ അയാളെ അവർ കണ്ടതേയില്ലായിരുന്നു. അയാളെ തന്നെ നോക്കി കഴിഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് മഞ്ജിമ നിൽക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ അയാൾ അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്തിരുന്നു. ഥേ! അയാളുടെ ബലിഷ്ഠമായ കരം അവളുടെ കവിളിൽ പതിഞ്ഞപ്പോൾ മഞ്ജു പകച്ചുകൊണ്ട് അയാളെ നോക്കി. അതിനേക്കാൾ കൂടുതൽ നേരത്തെ ആദിയുടെ അടിയും ഇപ്പോൾ ഇയാളുടെ അടിയും ഒക്കെ കൂടി ആയപ്പോൾ മഞ്ജുവിന് തല കറങ്ങുന്നുണ്ടായിരുന്നു. പന്ന ഡാഷ് മോളെ, ഇപ്പോൾ എന്നാത്തിനാ നിന്നെ ഇവിടെ കെട്ടിയെടുത്തത്? ആ പെണ്ണിന് വേണ്ടി വന്നപ്പോൾ അച്ഛനും മോളും ഒരു നായയെ പോലെ എന്നെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചതല്ലേ? എന്നിട്ട് വീണ്ടും എന്തിനാ എൻ്റെ മുന്നിൽ വന്നത്? ഇറങ്ങിപ്പോടി ഡാഷ് മോളെ. കലിയോടെ അയാൾ അലറുന്നത് കേട്ടപ്പോൾ മഞ്ജുവിന് പേടി തോന്നിയെങ്കിലും വന്ന കാര്യം നടന്നു കിട്ടണമെങ്കിൽ എല്ലാം സഹിക്കണമെന്ന ചിന്തയിൽ അവൾ മൗനം പാലിച്ചു. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് അവളെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ വേണ്ടിയാണ്. എത്ര തന്നെ മിണ്ടാതെ നിന്നിട്ടും അയാൾ ചീത്ത നിർത്തുന്നില്ല എന്ന് കണ്ടതും ഒടുക്കം സഹി കെട്ടുകൊണ്ട് മഞ്ജു അത് പറഞ്ഞപ്പോൾ അയാൾ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി. എന്നതാ നീ ഇപ്പോൾ പറഞ്ഞത്? അതെ, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ കൊണ്ടുപോകാം. പക്ഷേ അതത്ര എളുപ്പമല്ല. പക്ഷെ ഞാൻ പറയും പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവളെ കിട്ടും. എന്താ, സമ്മതമാണോ? ഒരു ക്രൂരമായ ചിരിയോടെ മഞ്ജിമ അത് ചോദിച്ചപ്പോൾ അയാൾ തലയാട്ടി. അത് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ പല പദ്ധതികളും ഉയർന്നു വരാൻ തുടങ്ങി. എന്നാൽ അതിൻ്റെ ആലോചനയിൽ നിൽക്കുന്ന മഞ്ജുവിൻ്റെ ശരീരം ആർത്തിയോടെ അടിമുടി നോക്കി നിൽക്കുന്ന ജേക്കബിനെ അവൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അടിപൊളി പീസാണല്ലോ. തരം കിട്ടിയാൽ ഇവളെയും ഒന്ന് സ്വന്തമാക്കണം. നാവ് കൊണ്ട് സ്വയം ചുണ്ട് നനച്ചുകൊണ്ട് അയാൾ മനസ്സിലോർത്തു. ഇതേ സമയം സാറയെ കാണാൻ വേണ്ടി മുറിയിലെത്തിയ ദേവിയോടും രമയോടും അവിടെ ഉണ്ടായതൊക്കെ പറയുകയായിരുന്നു ആദി. സാറ അപ്പോഴും ഉറങ്ങുകയായതുകൊണ്ട് അവൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. മഞ്ജിമ ആണ് എല്ലാത്തിനും ഉത്തരവാദി എന്നറിഞ്ഞപ്പോൾ ദേവി ആകെ അത്ഭുതപ്പെട്ടു പോയി. അവളിൽ നിന്നും അത്തരത്തിലുള്ളൊരു പ്രവൃത്തി അവർ വിചാരിച്ചതേ ഇല്ലായിരുന്നു. രമയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവർ രണ്ടുപേരും വേദനയോടെ ബെഡിൽ കിടക്കുന്ന സാറയെ നോക്കിക്കൊണ്ട് അവൾക്കരികിൽ പോയിരുന്നു.